ഹലോ, ഹു ഈസ് സ്പീക്കിംഗ് പ്ലീസ്? ഞാനാ വേണു. ലക്ഷ്മി അല്ലേ? അല്ല. ഗീതമോ കാതരേ നീയൊരൻ കിനാവിൻ കാവ്യമോ സ്നേഹരാഗലോലമോ നിലാവിൻ സാന്ദ്രമോ മധുപകരുമൊരമൃത തരള ശ്രുതിലയ സുഖലളിത ഗാനമോ ഓമനേ നീയൊരോമൽ ഭാവഗീതമോ കാതരേ നീയൊരൻ കിനാവിൻ കാവ്യമോ അനുപമമല്ലയോ പ്രിയചരണം ഒഴുകുമീ തെന്നലിൻ ലാസ്യനടനം അനുപമമല്ലയോ പ്രിയചരണം ഒഴുകുമീ തെന്നലിൻ ലാസ്യനടനം വൃന്ദാവനത്തിലെ രാഗമല്ലേ ശ്യാമവർണ്ണന്റെ പ്രേയസി രാധയല്ലേ മധുപകരുമൊരമൃത തരള ശ്രുതിലയ സുഖലളിത ഗാനമോ ഓമനേ നീയൊരോമൽ ഭാവഗീതമോ കാതരേ നീയൊരൻ കിനാവിൻ കാവ്യമോ പരിഭവമെന്തിനീ മീരളിൽ പ്രിയതരമല്ലയോ മധുരഭാവം പരിഭവമെന്തിനീ മീരളിൽ പ്രിയതരമല്ലയോ മധുരഭാവം മന്മന്തരങ്ങളോമനെ നീ എന്നന്തരാത്മാവിൻ ദാഹമല്ലേ മധുപകരുമൊരമൃത തരള ശ്രുതിലയ സുഖലളിത ഗാനമോ ഓമനേ നീയൊരോമൽ ഭാവഗീതമോ കാതരേ നീയൊരൻ കിനാവിൻ കാവ്യമോ സ്നേഹരാഗലോലമോ നിലാവിൻ സാന്ദ്രമോ മധുപകരുമൊരമൃത തരള ശ്രുതിലയ സുഖലളിത ഗാനമോ ഓമനേ നീയൊരോമൽ ഭാവഗീതമോ കാതരേ നീയൊരൻ കിനാവിൻ കാവ്യമോ
ഇതായിരുന്നോ കാര്യം? ഞാൻ ചോദിച്ചിട്ട് ലക്ഷ്മി ഒന്നും പറഞ്ഞില്ല. ഒരു നാടക റിഹേഴ്സൽ ഇത്രയും പുലിവാലം ഉണ്ടാക്കുന്ന ആരെയും കരുതിയോ? പാവം വേണ്ട, ആകെ തകർന്നിരിക്കുക. മിനി തന്നെ ഇതൊന്നും എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ആക്കി തരണം പ്ലീസ്. എങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്താൽ ഞങ്ങളെ അടിച്ചൊതുക്കി ആശുപത്രിയിലാക്കിയെന്ന് പറഞ്ഞു. ശരി സാർ. അല്ല വിട്ടാരെ. ഞാനും കുട്ടിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. കലാകാരന്മാരെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞത് ഒരു ജനറലൈസേഷൻ മാത്രമായിരുന്നു. വേണു ഒരിക്കലും അത്തരക്കാരനല്ല. അയാൾ കുട്ടിയെ ആത്മാർത്ഥമായും സ്നേഹിക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യാമിനി? ഒന്നും ചെയ്യാനില്ല. കുട്ടി എത്രയും വേഗം വേണുവിനെ കാണുക, സോറി പറയുക, അത്ര തന്നെ. കുഞ്ഞേ, ഗണപതി സാറ് അസുഖം കാരണം കുറച്ചു ദിവസം അവധിയെടുത്ത് നാട്ടിൽ പോയിരിക്കുക. എന്താ? ഒന്നുമില്ല. പുള്ളി വരുമ്പോ ജനാർദ്ദനം വന്നിരുന്നു. പറഞ്ഞതനുസരിച്ച് വേണുവിനെ ഇടിച്ച് സൂപ്പാക്കിയിട്ടുണ്ട്. കൈയും കാലും ഒടിച്ച് ആശുപത്രിയിലാക്കിയിരിക്കുന്നു പറഞ്ഞാൽ മതി. ഏത് ഹോസ്പിറ്റലിൽ? JK ഹോസ്പിറ്റലിൽ. ചിലപ്പോ തട്ടിപ്പോകുന്ന ഡോക്ടർ പറഞ്ഞത്. ഞാനൊരു മാസത്തേക്ക് ഒളിവിൽ പോവുക. 108 പേഷ്യന്റിന് എങ്ങനെയുണ്ട്? അല്പം ഫീവർ ഉണ്ട്. നിങ്ങൾ വയ്ക്കുള്ളൂ. ലക്ഷ്മി വരുന്നുണ്ട്. കിടന്നോ കിടന്നോ. പ്രേമത്തിന് വേദിയാക്കാൻ നിനക്ക് എന്റെ ഹോസ്പിറ്റലിൽ കിട്ടുള്ളൂ അല്ലേടാ? അളിയാ, ഒരു ഹെൽപ്പ് പ്ലീസ്. നിന്റെ ജാടയൊന്നും എന്നോട് വേണ്ടടാ കൊച്ചു കള്ള. ഇപ്പൊ ഞാൻ പോയി തരാം. ഞങ്ങൾ പുറത്തേക്കാം. ഇത്തവണയിൽ സംഗതി ഏൽക്കണം. എന്റെ റബ്ബേ. എങ്ങനെയുണ്ട് ഡോക്ടർ? ഒന്നും പറയാറായിട്ടില്ല. ഓ, അപ്പൊ ഇതായിരുന്നു അല്ലേ? ലക്ഷ്മി പ്ലീസ്, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പൊയ്ക്കുള്ളൂ. ലക്ഷ്മിയോ മിനിയോ ധരിക്കുന്നത് പോലെ ഒരിക്കലും ഒരു പഞ്ചായത്തിന്റെ പേരിൽ തുടങ്ങിയ ബന്ധമല്ലിത്. പ്രോഗ്രാം ബുക്ക് ചെയ്യാനായി വന്നില്ലേ, ആ ദിവസം തന്നെ ടു ബി ഫ്രാങ്ക് ഞാൻ ലക്ഷ്മിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. അടുക്കും തോറും ആ ഇഷ്ടം കൂടിക്കൂടി വന്നു. ലക്ഷ്മി എന്റേതായി മാറുന്ന മുഹൂർത്തത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ മാത്രമാണ് ഇപ്പോൾ എന്റെ മനസ്സ് നിറയെ. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയെല്ലാം ലക്ഷ്മിയുടെ ഇഷ്ടം. നദിയായൊഴുകും പ്രേമ കവിതാരസമണിയാ മഴവില്ലിതളായി വിടരാം സ്വപ്നമിളകും മലർവനിയിൽ ഹേമാരവിന്ദങ്ങളോളങ്ങളിൽ നീരാടി നീന്തുന്നോരീ സന്ധ്യയിൽ മധുരമായി പടരുമീ തെന്നലിൽ യമുനാ നദിയായൊഴുകും പ്രേമ കവിതാരസമണിയാം മഴവില്ലിതളായി വിടരാം സ്വപ്നമിളകും മലർവനിയിൽ